നോക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ശ്രീകരേട്ട. സന്തോഷം നിറഞ്ഞ ജന്മദിനാശംസകൾ. താങ്ക് യു. ശരിക്കും 12 മണി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചലഞ്ച് പ്രകാരം ശ്രീകരേട്ടനോട് ഞാൻ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞു നിഹാരിക. ഇനിയൊരു കാര്യം കൂടി കേൾക്കണോ? നമുക്കിടയിൽ ചാലഞ്ചുകൾ ഇല്ലായിരുന്നെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു വിധത്തില് അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ അറിയിക്കുമായിരുന്നു. നേരത്തെ ഹാളില് നിങ്ങളെല്ലാവരും കൂടി കാണിച്ചെന്ന വീഡിയോ ഇല്ലേ, ഈ വീഡിയോ എടുത്തതിന് ശേഷമാ ആ വീഡിയോ ചെയ്തത്. എന്നോട് നീ ചാലഞ്ച് ചെയ്താ അവസാനം ഞാനേ ജയിക്കുള്ളൂ എന്നുള്ളത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? നിന്റെ ദേഹമാകെ നന്നായിട്ട് എരിയുന്നുണ്ടല്ലേ നിഹാരിക? പാവം, മിണ്ടാൻ പോലും കഴിയുന്നില്ല. എരിയുന്നുണ്ട്. നിന്നെ കാണുമ്പോ വല്ലാതെ എനിക്ക് എരിയുന്നുണ്ട്. നിന്നെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ നീ. നോക്ക്, നിന്റെ കണ്ണിൽ കാണാൻ കഴിയാത്ത ചില ബന്ധങ്ങളും ഉണ്ടായിരിക്കും. നീ അതിനെ ബലം പ്രയോഗിച്ച് പിരിച്ചു മാറ്റാൻ ശ്രമിച്ച മുറിയില്ല. ഇന്നത്തെ ടൈം എന്തുകൊണ്ടോ നിനക്ക് ഫേവർ ആയിരുന്നു. നാളെ അത് എനിക്ക് ഫേവർ ആയിരിക്കും. നമുക്ക് കാണാലോ. ആ ഷുവർ, തീർച്ചയായിട്ടും നോക്കാം. അവനി, നീ എനിക്കൊരു ഷോക്ക് തന്നു. നാളെ ഞാൻ നിനക്കൊരു ഷോക്ക് തരും. ശ്രീകറിന്റെ ബർത്ത്ഡേക്ക് നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ബോംബ് പോലൊരു വിഷയം ഞാൻ പുറത്തു പറയും. ഞാൻ തരുന്ന ഷോക്കില് നീ ഞെട്ടി വിറച്ച് വിയർക്കും. അവനി, ഇന്ന് ശ്രീകരേട്ടന്റെ ജന്മദിനമാണ് ചേച്ചി. ആണോ? എന്നാ നീ എന്റെ സൗമ്യയുടെ ഒക്കെ ജന്മദിനാശംസകൾ ശ്രീകറിനോട് പറയണം കേട്ടോ. വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്. അമ്മയാ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞത്. വൈകുന്നേരം മറക്കാതെ സൗമ്യം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം. അതൊക്കെ എന്തിനാ മോളെ? അതെന്താ? നീ മരുമകളാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ആ വീട്ടിലെ ഏത് ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും ഞാൻ സന്തോഷത്തോടെ വരും. പക്ഷെ നീ പുറത്തൊരാളെ പോലെ അവിടെ ജീവിക്കുന്നെ. നിഹാരിക എല്ലാവരും മരുമകളായിട്ട് അവിടെ അംഗീകരിക്കുന്നുണ്ട്. അത് കാണുമ്പോ നിന്നെ പോലെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിന്റെ ഭർത്താവിന്റെ അടുത്ത് അവൾ എപ്പോഴും നിൽക്കുന്നുണ്ടാവും. അവിടുത്തെ അമ്മയാണെങ്കിൽ എന്റെ അതേ ജാതകത്തിൽ പിറന്ന മരുമകളാണെന്ന് പറഞ്ഞ് വന്നു പോകുന്ന എല്ലാവരോടും അതേക്കുറിച്ച് പുകഴ്ത്തി പറയും. അതൊക്കെ കാണേണ്ടി വരുമ്പോ ചങ്ക് പൊട്ടി പോകുന്ന പോലെ എനിക്ക്. സത്യം പറയാൻ സമ്മതിക്കാതെ നീ എപ്പോഴും എന്നെ ഇങ്ങനെ തടയുകയും ചെയ്യും. എനിക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോ സത്യം പറയണമെന്നാ തോന്നാറ്. ഒന്നും തോന്നരുത് മോളെ, ഞാൻ വരില്ല. എനിക്ക് വിളിക്കാനുള്ളത് നിങ്ങളെയാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? പരിഹാരം കണ്ടെത്തുന്നത് വരെ ഈ വിഷമങ്ങളൊന്നും സഹിക്കാതെ വേറെ വഴിയില്ല. എനിക്ക് വേണ്ടി വാ പ്ലീസ്. നീ ഇങ്ങനെ അപേക്ഷിക്കല്ലേ. വന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നേ? നിങ്ങൾ ഞാനിവിടെ കാത്തിരിക്കും. ബായ്. അവനി,
വൈകുന്നേരം നിന്റെ ചെറിയച്ഛന്റെ ബർത്ത്ഡേക്ക് പോവാം. പോവണ്ടേ? ഏതെങ്കിലും വിധത്തില് ആ ഫംഗ്ഷനിൽ വെച്ച് അവരുടെ കല്യാണക്കാരി എല്ലാവരും ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ട വേദവതി അമ്മേ, പ്രസാദ് റാവു സാറിനെ ഒരു കാര്യം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിഹാരിക ആന്റിയുമായി ശ്രീകർ ചേട്ടന്റെ കല്യാണം നടത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ശ്രീകർ ചേട്ടന്റെയും ആവണി ചെറിയമ്മയുടെയും കല്യാണം എപ്പോഴേ കഴിഞ്ഞതാ. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കല്യാണക്കാരും അവർക്ക് നിങ്ങളോട് പറയാൻ പറ്റിയില്ല. ചെറിയമ്മയാണെങ്കിൽ എന്നും കരയാറുണ്ട്. അത് കണ്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ നിങ്ങളോട് സത്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് ചെറിയമ്മയോട് കരുണ കാണിക്കണം. മരുമകളായി കരുതി ചെറിയമ്മയെ മരുമകളായി അംഗീകരിക്കണം. ഫംഗ്ഷനിൽ വെച്ച് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ കൊടുക്കും. അപ്പൊ ചെറിയമ്മ അവര് മനസ്സിലാക്കിക്കോളും. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ലവേഴ്സ് ആണെന്നാ തോന്നുന്നത്. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും എനിക്കതിന് പറ്റുന്നില്ല. നിഹാരിക പറഞ്ഞ കാര്യങ്ങളാ ഓർമ്മ വരുന്നത്. ശ്രീകറും ആവണിയും തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ ആവണി എന്നെ കല്യാണം കഴിക്കാൻ എങ്ങനെ സമ്മതിക്കും? നോ വേ, സമ്മതിക്കില്ല. ഞങ്ങളുടെ കല്യാണം നടത്തി തരുമെന്ന് നിഹാരിക പറയുന്നുണ്ടെങ്കിലും എനിക്ക് നിഹാരിക പറഞ്ഞത് വിശ്വസിക്കാനാവില്ല. നിഹാരിക എപ്പോഴും ഒരു എസ്കേപ്പിസം കാണിക്കാറുണ്ട്. സംഭവിച്ചതൊക്കെ വിടളിയാ. ഇനി എന്താ വേണ്ടെന്ന് ആലോചിക്കുക. നീ തന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കാണുമല്ലോ. അത് ഞങ്ങളോട് പറ, ഞങ്ങൾ വർക്കൗട്ട് ചെയ്യിക്കാം. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? വൈൽഡ് പ്ലാൻ ഒരെണ്ണമുണ്ട്. എന്താ അത്? ഇന്നവിടെ ആ ശ്രീകറിന്റെ ബർത്ത്ഡേ നടക്കുന്നുണ്ട്. ആ തിരക്കിനിടയിൽ എന്തെങ്കിലും ചെയ്ത് ആവണിയെ ഞാൻ കൊണ്ടുവന്നോളാം. നിങ്ങൾ അപ്പോഴേക്കും അമ്പലത്തിൽ ഞങ്ങളുടെ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നോക്കി. നിഹാരികയെ കൊണ്ടുപോയി രജിസ്ട്രേഷൻ ഓഫീസിൽ ഒന്ന് ശ്രമിച്ചു, വർക്കൗട്ട് ആയില്ല. ഇപ്പോൾ ഫംഗ്ഷനിൽ അത്രയും പേരുടെ ഇടയിൽ വെച്ച് അവനെ ഒറ്റയ്ക്ക് എങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരും? ആ ആംഗിളിൽ ഞാൻ ആലോചിച്ചു. അതിനൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതെന്താ? സ്മോക്ക് ബോംബ്. എല്ലാവരും അവിടെ തിരക്കിലായിരിക്കുമ്പോൾ ആരും അറിയാതെ ചെന്ന് ഈ സ്മോക്ക് ബോംബ് ഞാൻ എറിയും. എല്ലാവരും ബോധം കെട്ട് വീഴും. അപ്പോ ലക്ഷ്മണരേഖ മറികടക്കുന്ന സീതയെ രാവണാസുരൻ തട്ടിക്കൊണ്ടുപോയ പോലെ ആവണിയെ തട്ടിക്കൊണ്ടുവരും ഞാൻ.
അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിട്ട് ആവണിയെ ഞാൻ എന്റെ ഭാര്യയാക്കി മാറ്റും. നിങ്ങൾ റെഡിയായിട്ട് നിന്നോ, ഞാൻ അങ്ങോട്ട് എത്താം. വരൂ വരൂ, നമസ്കാരം. ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണല്ലോ. നമസ്തേ. ഓ നമസ്കാരം. ആ വന്നാട്ടെ വന്നാട്ടെ. അന്റെ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? അല്ല, നിങ്ങൾ വന്നത് തന്നെ വലിയ ഗിഫ്റ്റാണ്. ജോക്ക് പറഞ്ഞതാ. അകത്തോട്ട് പോകട്ടെ, പൊക്കോ. നമസ്കാരം. അകത്തേക്ക് വാ, നിങ്ങൾ ഇരിക്കെ. ഞാനിപ്പോ വരാം. നിഹാരിക, ആ പറഞ്ഞോളൂ അമ്മേ. വീട്ടിൽ നിന്ന് അവര് വരുന്നുണ്ടോ? ആ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. മോളെ അവനി, പറയൂ ആന്റി. സുജാതയും മോളും വരുന്നുണ്ടോ? ആ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ ഇറങ്ങിക്കാണോ ആന്റി? അതെ അമ്മേ, ഡെക്കറേഷനൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയതാ. എങ്ങനെയുണ്ട്? നിങ്ങൾ അതിന് അവസാനം അല്ലേ അച്ഛ വന്നത്? നിന്നെ പോലെ ഒരെണ്ണം മതിയല്ലോ, ബാക്കിയുള്ള മാനങ്ങളെ. അതല്ല, ശ്രീകർ എവിടെ? റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുക. ബർത്ത്ഡേ ബോയ് ഇന്നിപ്പോ ഞങ്ങളെക്കാ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടല്ലോ. കുഞ്ഞളിയാ, അളിയൊന്ന് താഴേക്ക് വാ. ഇന്നലെ രാത്രി എന്റെ മേലെന്തോ ജയം നേടിയ പോലെയല്ലേ നീ പെരുമാറിയത്. ഇന്ന് പക്ഷേ ഈ ഫംഗ്ഷനില് നിനക്ക് വലിയൊരു ഷോക്ക് ഞാൻ തരാൻ പോകും ആവനി. ചേച്ചി സൗമ്യം ഇതുവരെ എത്തിയില്ലല്ലോ. വികാസ് ആഗ്രഹിച്ചത് വികാസിന് ലഭിച്ചില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും എനിക്ക്. എങ്ങനെയെങ്കിലും ആവണിയെ ഞാൻ എന്റെ സ്വന്തമാക്കും. ചെറിയച്ഛന്റെ ബർത്ത്ഡേയുടെ അന്നെങ്കിലും ചെറിയമ്മയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞാൽ നന്നായിരുന്നല്ലോ അമ്മേ. ചെറിയമ്മയ്ക്ക് അതിനുള്ള ഭാഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അവളുടെ തലവരെ അങ്ങനെയാ മോളെ. അവര് ഒരുമിച്ച് കണ്ടപ്പോ തൊട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഓട്ടോ ഓട്ടോ ഓട്ടോ. ഞാൻ എത്ര സ്വപ്നങ്ങൾ കണ്ടത്. ആവണി ശ്രീകറിന്റെ കൂടെയാണോ? അമ്പലത്തിൽ വെച്ച് നിന്നെ കാണുന്നതിന് മുമ്പ് വരെ നിന്നോടൊരു ആരാധന ഉണ്ടായിരുന്നു അവന്. നിന്നെ മറ്റൊരാളുടെ കൂടെ എപ്പോ ഞാൻ കണ്ടോ അപ്പോഴേ ആ ആരാധന ഇല്ലാതായി. നിങ്ങൾക്ക് രണ്ടാൾക്കിടയിൽ എന്തോ ബന്ധമുണ്ടെന്ന് നിഹാരിക എന്നോട് പറഞ്ഞപ്പോ തൊട്ട് നിന്നെ ആ ശ്രീകർ സ്വന്തമാക്കരുതെന്നും എന്റെ മാത്രമായിരിക്കണമെന്നുള്ള വാശി കൂടിയിട്ടുണ്ട്. നിന്നെ ഞാൻ വിടില്ല അവനി. ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ കല്യാണം നടന്നിരിക്കും. എന്തു പറ്റി അമ്മേ? എന്താ ഇങ്ങനെ നിൽക്കുന്നേ?
എന്നെ ഇടിച്ച് കാറുമായിട്ട് കടന്നു കളഞ്ഞവനെ ഞാൻ കണ്ടെത്തി മോളെ. ചെരുപ്പൂരി അടിക്കണം അവനെ. എടാ ആരാ നീ? എന്താ വേണ്ടത്? എടാ ഹൗ ഡയർ യു! എന്റെ ഷർട്ടിൽ കയറി പിടിക്കുന്നു. എടാ അന്ന് എന്റെ മേലില് കാറടിച്ച് നടു റോഡിൽ ഇട്ടിട്ട് പോയില്ലേ നീ? ഓർമ്മ വന്നോ? ഇപ്പൊ നിനക്ക് എന്നെ ഓർമ്മ വന്നോ? അന്നറിയാതെ എങ്ങനെ സംഭവിച്ചു? മര്യാദക്ക് കോളർ വിട്. അന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിപ്പ അമ്മയില്ലാത്ത കുട്ടിയായി പോയെന്ന് അറിയാമോ? നിന്നെ പോലുള്ളവരെ ഒരിക്കലും വെറുതെ വിടരുത്. നിന്നെ പോലീസിനെ ഏൽപ്പിക്കണം. വാടാ, വാ, വരാൻ, വരാൻ, വരാനല്ലേ പറഞ്ഞേ? വാ. നീ കൈയെടുക്കുന്നുണ്ടോ? നിന്നെ വെറുതെ വിടില്ല. വാ. നിന്നെ ഞാൻ അല്ലെങ്കിൽ പ്രാന്തെടുത്ത് നിൽക്കുക. ഇതിനടക്കാ നിന്റെ ടോർച്ചർ. നീ നിന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തോ? അമ്മേ, എടാ, എടാ, എടാ നിർത്തടാ. അച്ഛനമ്മമാര് സമ്പാദിച്ച് ഇവനെ പോലുള്ളവരെ ഇറക്കി വിട്ടോളൂ. ഇവനൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെറും തെണ്ടികളെ പോലെ നടന്നോളൂ. ഇനി ഒരിക്കൽ കൂടി അവൻ എന്റെ കണ്ണി പെട്ട അവനെ വെറുതെ വിടില്ല ഞാൻ. നല്ല പ്ലസന്റ് മൂഡിലായിരുന്നു. ഒറ്റയടിക്കെല്ലാം ഡിസ്റ്റർബ് ചെയ്ത് കളഞ്ഞു. ഇതിന്റെ എല്ലാം കാരണം അവനിയാ. ഐ ആം കമ്മിങ് അവനെ. വാ മോളെ. ഓട്ടോ. ഒരു ഓട്ടം പോണായിരുന്നു. ഇരുന്നോളൂ മാഡം. ലെറ്റർ ഞാൻ എങ്ങനെയെങ്കിലും വേദവതി മുത്തശ്ശിക്ക് കൊടുക്കും. ചെറിയമ്മയുടെയും ചെറിയച്ഛൻ്റെയും കല്യാണക്കാര്യം എല്ലാരെയും ഇന്ന് അറിയിക്കണം. ശ്രീകറാണെങ്കിൽ ഇതുവരെ റെഡിയായി വന്നില്ല. ഇവിടെയാണ് നിഹാരികയില്ല, ആവണിയില്ല. അപ്പൊ മുറിയിൽ എന്തോ നടക്കുന്നുണ്ട്. എന്ത് നടക്കുന്നുണ്ടെന്നാ പറയുന്നത്? ആവണി ഒരു ഡ്രസ്സും നിഹാരിക വേറൊരു ഡ്രസ്സും കൊണ്ട് പോയിട്ടുണ്ടാകും. ആര് കൊടുത്ത ഡ്രസ്സ് ധരിക്കണമെന്നറിയാതെ ശ്രീകർ കൺഫ്യൂഷനായിട്ട് നിപ്പുണ്ടായിരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ആഭ്യന്തര കലഹം പോലുള്ള കലഹം ഉണ്ടാകാറുള്ളതാണല്ലോ. ജന്മദിനമല്ലേ ഏട്ടാ, നിങ്ങൾ ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ് ധരിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഇതാ ഏട്ടാ. താങ്ക് യു അവനി. എക്സ്ക്യൂസ് മീ. പുറത്തുള്ളവര് തരുന്ന വസ്ത്രം ധരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണോ നിങ്ങള്? ഭാവി ഭാര്യയായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോട് കൊണ്ടുവന്ന ഈ ഡ്രസ്സ് വേണം ധരിക്കാൻ. ഇതാ ചേട്ടാ. ഞാൻ സ്നേഹത്തോടെ കൊണ്ടുവന്നത് വേണം ധരിക്കാൻ.
ആയിക്കോട്ടെ. പിടിച്ചോ, ഇത് ധരിച്ചാ മതി. വേണ്ട, ഇത് അല്ല, ഇത് ധരിച്ചാ മതി. ശരി. ഭാര്യയാകേണ്ടത് ഞാനാ. ഞാൻ ഒരിക്കലും ഭാര്യ ആകേണ്ടിയിരുന്നവളാണ്. അതൊക്കെ പണ്ട്. പണ്ടാണെങ്കിൽ എന്താ? ആഹാ, നിനക്കൊന്നും കാണില്ല. ആ കഥ നീ പോയിട്ട് ഭാരതപ്പുഴയിൽ ഒഴുക്കിക്കോ. പിടിക്കേട്ടാ. നീയും വാ, നിന്നെ നിമർജ്ജനം ചെയ്തോളാം. ദേ, ഏയ്